മുൻ മന്ത്രിയും CPM നേതാവുമായ VS അച്യുതാനന്ദൻ ഓർമ്മയായിട്ട് 5 ദിവസങ്ങളായിരിക്കുകയാണ്. എന്നും ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന യാത്രയപ്പാണ് VSന് CPM എന്ന പാർട്ടിയും മുന്നണിയും നൽകിയത്. ആലപ്പുഴയിലെ വലിയ ചുടുകാട്ടിൽ VS എരിഞ്ഞമരുമ്പോൾ ഓർമ്മയായത് വലിയ പോരാട്ട വിപ്ലവങ്ങൾ കൂടിയാണ്. 1960കളുടെ തുടക്കത്തിൽ കേരള രാഷ്ട്രീയത്തിൽ സജീവമായ VS പക്ഷെ ജനകീയനാകുന്നത് 2000-ന് ശേഷമാണ്. നായനാരുടെ നിര്യാണത്തിന് പിന്നാലെ കേരളത്തിലെ ജനകീയ പ്രശ്നങ്ങളിൽ ഇടപെട്ട് തുടങ്ങിയ VS നായനാരേക്കാൾ ജനകീയനാകുന്നതാണ് പിന്നീട് കേരളം കണ്ടത്. 2001 മുതൽ പ്രതിപക്ഷ നേതൃസ്ഥാനത്തെത്തിയതോടെയാണ് VSലെ ജനകീയത കേരളം കണ്ടത്. പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് അതിശക്തനായി വളർന്ന VS അച്യുതാനന്ദൻ അക്കാലത്ത് പ്രധാനമായും ലക്ഷ്യം വെച്ചത് 3 നേതാക്കളെയാണ്. ഉമ്മൻചാണ്ടി, KM മാണി, PK കുഞ്ഞാലിക്കുട്ടി എന്നിവരായിരുന്നു ആ നേതാക്കൾ. ഇതിൽ ബാർക്കോഴ കേസിൽ ഉൾപ്പെട്ട KM മാണിയാണ് VSന്റെ ആക്രമണത്തിന്റെ ചൂട് ഏറ്റവും അധികം ഏറ്റുവാങ്ങിയ നേതാവ്. സഭയ്ക്കുള്ളിലും പുറത്തും ഒരു മിനിറ്റ് പോലും KM മാണിക്ക് VS സ്വസ്ഥത നൽകിയിട്ടില്ല. വിമർശനം പലപ്പോഴും വ്യക്തിപരമായി തന്നെ KM മാണിയെ ബാധിച്ചു. കോഴമാണി എന്ന വിളിപ്പേര് പോലും മാണിക്ക് സമ്മാനിച്ചത് VS അച്യുതാനന്ദനാണ്. അത്രമാത്രം വിമർശനം കടുത്തപ്പോഴും UDFനുള്ളിൽ നിന്ന് ഒരു പിന്തുണ KM മാണിക്ക് ലഭിച്ചില്ല എന്നത് മറ്റൊരു കാര്യം. അത് പിന്നീട് വലിയ പ്രശ്നമാകുന്നതും KM മാണിയുടെ നിര്യാണത്തിന് പിന്നാലെ ജോസ് കെ മാണി ഗ്രൂപ്പിനെ LDFൽ എത്തിച്ചതുമെല്ലാം നമ്മൾ കണ്ടു. പറഞ്ഞു വന്നത് അന്ന് VSൽ നിന്നേറ്റ മുറിപ്പാട് ഇന്നും കേരള കോൺഗ്രസിന്റെയും ജോസ് കെ മാണിയുടെയും മനസ്സിലുണ്ടോ എന്നാണ്. VSന്റെ മരണത്തിന് പിന്നാലെ 2 ഫേസ്ബുക്ക് പോസ്റ്റിലൊതുങ്ങി ജോസിന്റെ അനുസ്മരണം. ആലപ്പുഴയിലെത്തി മൃതദേഹത്തിൽ അന്തിമോപചാരം അർപ്പിച്ച ജോസ് കെ മാണി പക്ഷെ പിന്നീട് നടന്ന അനുസ്മരണ സമ്മേളനത്തിൽ നിന്ന് വിട്ടുനിന്നതാണ് സംശയത്തിന് ഇട നൽകുന്ന ഘടകം. ജോസിന് പുറമെ LDF മന്ത്രി റോഷി അഗസ്റ്റിനും അനുസ്മരണ സമ്മേളനത്തിൽ പങ്കെടുക്കാതെ മാറി നിന്നു. CPM അവരുടെ ആജന്മ ശത്രു എന്ന് വാഴ്ത്തുന്ന RSP നേതാവും MP-യുമായ NK പ്രേമചന്ദ്രൻ അടക്കമുള്ള നേതാക്കൾ പങ്കെടുത്ത അനുസ്മരണ സമ്മേളനത്തിൽ നിന്നാണ് ജോസും കൂട്ടരും വിട്ടുനിന്നത്. CPM അഖിലേന്ത്യാ സെക്രട്ടറി MA ബേബി, സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, മുഖ്യമന്ത്രി പിണറായി വിജയൻ, CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം തുടങ്ങി സർക്കാരിന്റെയും മുന്നണിയുടെയും നേതാക്കളെല്ലാം തന്നെ വേദിയിൽ എത്തിയിരുന്നു. ആലപ്പുഴ വലിയ ചുടുകാടിന് സമീപം പ്രത്യേകം തയ്യാറാക്കിയ വേദിയിലാണ് അനുസ്മരണ സമ്മേളനം നടന്നത്. നേരത്തെ ജോസ് കെ മാണി LDF വിടുമെന്ന രീതിയിലുള്ള വാർത്തകൾ വന്നിരുന്നു. ഇത് തള്ളിയ ജോസും കൂട്ടരും LDFനൊപ്പം നിൽക്കുമെന്ന് പ്രഖ്യാപിച്ചതും കേരളം കണ്ടു. ഇതിന് പിന്നാലെയാണ് VS അച്യുതാനന്ദനെ അപമാനിക്കുന്ന രീതിയിലുള്ള സമീപനം ജോസ് കെ മാണിയിൽ നിന്നും ഉണ്ടായത്.